ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് യൂസ്ഡ് പ്രീമിയം കാറുകളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ്. എബിച്ചേട്ടൻ്റെ വീട്ടിൽ. യൂസ്ഡ് പ്രീമിയം കാർ ഈ ഒരു കാലഘട്ടത്തിലൊന്നല്ല കേട്ടോ, 1990 മുതൽ യൂസ്ഡ് പ്രീമിയം കാറുകൾ സെല്ല് ചെയ്തിരുന്ന കേരളത്തിൽ, അതുമാത്രമല്ല കേരളത്തിൽ ഇമ്പോർട്ടഡ് കാറുകൾ കൊണ്ടുവന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. എബിച്ചേട്ടാ, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഞാൻ പറഞ്ഞു, ഈ എല്ലാവരും ഈ ഒരു കാർ ഫീൽഡിലോട്ട് വരാൻ കാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? എങ്ങനെയായിരുന്നു ശരിക്കും ഈ കാറിന്റെ ബിസിനസ്സിലോട്ട്? പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് കാറുകളെ കുറിച്ച് ഒരുപാട് ക്രേസ് ഉള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായത് അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കാറുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. വളരെ അപൂർവമാണ് കാറ് ലഭിക്കുക എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കാറുകൾ മാത്രമാണ് നമുക്ക് വാങ്ങിക്കാൻ, ഷോറൂമിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പരിമിതികളുണ്ടായിരുന്നു. കുറച്ച് കാറുകൾ, മാരുതി, അതുപോലെ തന്നെ കുറച്ച് കാറുകളാണ് നമുക്ക് അന്ന് നാട്ടിലുണ്ടായിരുന്നത്. മെഴ്സിഡീസിൻ്റെ ഒക്കെ ഒരു ലോഞ്ച് ടൈമാണ് ഏതാണ്ട് വന്ന് തുടങ്ങിയ ഒരു സമയം. അതിന് മുൻപുള്ള കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഈ വിദേശ കാറുകളോട് വലിയൊരു താല്പര്യമുണ്ടായിരുന്നു. അതിനെ സോഴ്സ് ചെയ്തിരുന്ന ഇന്ത്യയിൽ നിന്ന് തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ആയിരുന്നു. അതിനൊരു മാറ്റം കൊണ്ടുവന്ന് നമ്മൾ വിദേശത്തു നിന്ന് ഡയറക്റ്റ് കാറുകൾ കൊണ്ടുവന്ന് ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം തുടങ്ങി വെച്ചത് ഞാനാണ്. അന്ന് തുടങ്ങി വെച്ചു. അതിനും പ്രത്യേകത 1990-കളിലാണ് എബിച്ചേട്ടൻ ഈ ഒരു ബിസിനസ്സിലോട്ട് വരുന്നത് എന്നുള്ളതാണ്. അന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും എഗെയിൻസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ കാറ് കൊണ്ടുവരിക എന്ന് പറയുമ്പം അതൊരു ബിസിനസ് ആണോ എന്ന് പോലും സംശയിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ. കാറല്ല, യൂസ്ഡ് കാർ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും മോശം ബിസിനസ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്നിപ്പോൾ യൂസ്ഡ് കാറിൻ്റെ ഷോറൂമുകൾ പലതും നമ്മുടെ എറണാകുളത്ത് പോലും ഇന്ത്യയിലെ പല സ്ഥലത്തും പുതിയ കാറുകളുടെ ഷോറൂമുകൾ വെല്ലുന്ന രീതിയിലുള്ള ഷോറൂമുകളൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത് കേരളത്തിൽ ആദ്യമായിട്ട് വേണമെങ്കിൽ ഞാനാണെന്ന് തോന്നുന്നു. അതെ, ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അന്ന് നമുക്ക് 3 ഷോറൂംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതെ അതെ അതെ. പിന്നീട് 2007 വരെ നമുക്കത് ഉണ്ടായിരുന്നു. അല്ല, ഞങ്ങൾ 2012 വരെ ഏകദേശം സജീവമായിരുന്നു. ഷോറൂം, എറണാകുളം ഷോറൂമൊക്കെ വരുന്നത് 2005 അവസാനിക്കുന്നതോടുകൂടിയാണ്. അതിന് മുൻപ് ഞങ്ങൾക്ക് തൃശ്ശൂരായിരുന്നു ഉണ്ടായിരുന്നത്, ചാലക്കുടിയിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് കുറെ കൂടെ ബെറ്റർ മാർക്കറ്റ് എന്നുള്ള നിലയ്ക്ക് എറണാകുളത്തേക്ക് പോയതും കൂടുതൽ ക്ലയൻസ് ഉള്ളതൊക്കെ എറണാകുളത്ത് നിന്നായിരുന്നു. എന്നാലും ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഇപ്പം അന്ന് കാലഘട്ടത്തിൽ നമുക്ക് ഈ പറയുന്നത് പോലെ യൂസ്ഡ് കാഴ്സ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഇല്ലായിരുന്നു. ഇന്ന് പക്ഷേ യൂസ്ഡ് കാഴ്സ് എവിടെ നോക്കിയാൽ കാണും. എന്താണ് എബിച്ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പോയിന്റ് എന്താണ്? ഞാൻ സത്യത്തിൽ എനിക്ക് വളരെ പഴയ കാലം മുതൽ ഒരുപാട് ക്ലയൻസ് ഉള്ളൊരു ഫീൽഡാണിത്. ഞാൻ ഇത്രയും വർഷം സജീവമല്ലാതെ മാറി നിന്നതിന് ശേഷം തിരിച്ചു വന്ന നിമിഷം മുതൽ എനിക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പല ആളുകളും എന്നെ പരിചയപ്പെടുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. പല ആളുകളും ഞാൻ പൊളിറ്റിക്സിലേക്ക് പോയത് തീരെ ഇഷ്ടമല്ലാത്ത ക്ലയൻസും ഉണ്ട്. ഒരു കാരണവശാലും ഞാനത് ചെയ്യാൻ പാടില്ല, തീരുമാനം തന്നെ തെറ്റാണെന്ന് പറയുന്ന ഒരുപാട് നല്ല എൻ്റെ ക്ലയൻസ് ഉണ്ട്. പക്ഷെ അതിനുശേഷം ഞാൻ ഇപ്പോൾ പൊളിറ്റിക്സ് ഏതാണ്ട് അതിൻ്റെ ആ പീരീഡ് ചെയർപേഴ്സൻ്റെ പീരീഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് തിരിച്ചിതിലേക്ക് വരണം സജീവമായിട്ട് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ എനിക്കതൊരു ആവശ്യമായി വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് തിരിച്ചതിലേക്ക് തന്നെ എൻ്റെ പഴയ ജോലി. അല്ല, ഇതില് നമുക്ക് നേരത്തെ ചേട്ടൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് ഒരു കാറ് അല്ലെങ്കിൽ ആ ബ്രാൻഡ് യുണീക്ക് ആയിരിക്കണം അവരുടെ കയ്യിൽ. നമ്മുടെ എല്ലാ ഇന്ത്യയിലെ മുഴുവനുള്ള ആളുകളുടെയും ഒരു താല്പര്യമാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായത് എന്തെങ്കിലും എൻ്റെ കയ്യിൽ ഉണ്ടാകണമെന്നുള്ളത്. അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. ഞാനിപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് വരുന്ന എൻക്വയറീസൊക്കെ ഇവിടെ ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഞാൻ നിർത്തിയ പോയിന്റിൽ നിന്ന് വീണ്ടും ആരംഭിക്കുന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ലോകത്തിലെ എല്ലാ കാറുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു കാലഘട്ടമാണ്. എല്ലാത്തിനും ഇവിടെ ഡീലർഷിപ്പ് ഉള്ളൊരു കാലഘട്ടമാണ്. വളരെ കുറച്ച് ഒരു 5-10 ബ്രാൻഡുകൾക്ക് മാത്രമാണ് ഇവിടെ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു പ്രോപ്പറായിട്ടുള്ള ഡീലർഷിപ്പ് ഇല്ലാത്തത്. ആളുകൾക്ക് ഇപ്പോൾ എൻക്വയറി മുഴുവൻ അത്തരം കാറുകളോടാണ്. ഇപ്പോൾ കാഡിലാക്ക് എന്ന് പറയുന്ന മോഡൽ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന കാറാണ്. ആ കാറുകളോട് പലർക്കും ഇവിടെ ഭയങ്കര പ്രണയമാണ്. അപ്പോൾ അത് വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നിസാൻ പാട്രോൾ എന്ന് പറയുന്ന മോഡൽ അതിവിടെ അവൈലബിൾ അല്ല.
അത് വേണമെന്ന് പറയുന്ന ക്ലയൻസ് ഉണ്ട്. അതിനൊക്കെ ഒരുപാട് ബുക്കിംഗ് ആയി കഴിഞ്ഞു ഇപ്പം തന്നെ. അത് ശരി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറേ സ്പോർട്സ് കാറുകൾ, വളരെ യുണീക്ക് ആയിട്ടുള്ള സ്പോർട്സ് കാറുകളെ കുറിച്ച് കുറച്ച് എൻക്വയറി ഉണ്ട്. ഞാൻ എബിച്ചേട്ടനിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. അതായത് എബിച്ചേട്ടൻ ഇവിടേക്ക് കൊണ്ടുവരുന്ന കാറുകൾ, ഇപ്പം എല്ലാവരും ഇമ്പോർട്ടഡ് കാർ കൊണ്ടുവരുമെന്ന് പറഞ്ഞാലും ഇവിടെ ഉള്ള കാറുകളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. പക്ഷേ എബിച്ചേട്ടൻ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കാറുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഇവിടെയുള്ള പ്രധാനപ്പെട്ട യൂസ്ഡ് കാർ ഡീലേഴ്സിനൊക്കെ അവരെല്ലാവരും ഈ ഇമ്പോർട്ട് എന്ന് പറയുന്ന കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ ഞാൻ തന്നെയാണ്. ഇവിടുത്തെ എല്ലാ ഫേമസ് കാർ ഡീലേഴ്സും അവർക്കൊരു ഇമ്പോർട്ട് എൻക്വയറി, ഒരു റെയർ കാറിൻ്റെ എൻക്വയറി വന്നാൽ അവർ എന്നെ തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പോഴും ഇന്ത്യയിൽ പല സ്ഥലത്തു നിന്നും നമ്മൾ തന്നെയാണ് അത് വരുത്തിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ റീസെൻ്റായിട്ടൊരു ബ്രാൻഡ് ന്യൂ പ്രാഡോ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ഞാനൊരു പ്രാഡോ UK നിന്ന് വരുത്തി ഈ രണ്ടാമത് റീസ്റ്റാർട്ടിൻ്റെ സമയത്ത് തന്നെ കൊടുത്തു എന്നുള്ളതാണ് സത്യം. റീസ്റ്റാർട്ടിന്റെ സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ക്ലൈൻറ്റൈല് എല്ലാവർക്കും ഒരു ഈ പറഞ്ഞ പോലെ ഒരു പുതിയ അനുഭവം കൊടുക്കാനായിട്ട് എൻ്റെ ഒരു സർവീസ് പഴയ കാലഘട്ടത്തിലും എല്ലാവരുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സൗകര്യം. ആർക്കൊക്കെ കാർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ക്ലയൻസ് ഉണ്ട് എനിക്ക്. നാട്ടിലെ ആളുകളുടെ കാര്യം പറയാം. നാട്ടിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആലുക്കാസിൻ്റെ ഫാമിലി മുഴുവൻ എൻ്റെ ഏറ്റവും അടുത്ത്. എനിക്ക് അവരുടെ വീടുകളിൽ എല്ലാ വീട്ടിലും, ഇനി മക്കളുടെ വീട്ടിൽ പോലും, പേരമക്കളുടെ വീട്ടിൽ പോലും ഏത് സമയത്തും കയറി ചെല്ലാവുന്ന സൗഹൃദമുള്ള വീടുകളാണ്. ജോസ് ആലുക്കാസ്, ജോയ ആലുക്കാസ്, പോൾ ആലുക്കാസ്, ഫ്രാൻസിസ് ആലുക്കാസ്, ആൻഡ്രോട്ടൻ പോലും എല്ലാവരുമായിട്ടും നമ്മൾ ഏറ്റവും നല്ല സൗഹൃദമുള്ള കുടുംബമാണ്. അതുപോലെ തന്നെ മറ്റൊരു കുടുംബമാണ് ഈ കല്യാൺ ഗ്രൂപ്പ്. അവരൊക്കെ ഞാൻ തൃശ്ശൂർ, ഇവിടെ ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ചെന്ന കാലത്ത് മുതൽ എന്നോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു ക്ലയൻസ് എന്ന് പറയാൻ പറ്റില്ല, അവരൊക്കെ നമ്മുടെ കുടുംബ സുഹൃത്തുക്കളും ബന്ധുക്കൾ പോലെയുള്ള ആളുകളാണ്. അന്ന് കാലത്ത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകൾ വാങ്ങിച്ചിട്ടുള്ള ആളുകളാണ് സിന്തൈറ്റ്, ബിജു സിന്തൈറ്റ്. ഈ ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും വലിയ കാറിനോട് താല്പര്യമുള്ള ഒരാളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രാവൻകൂർ മാറ്റ്സ് ആൻഡ് മാറ്റിങ്സ് എന്ന് പറയുന്ന ഈ മാറ്റിംഗ് രംഗത്ത് ഏറ്റവും ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഗ്രൂപ്പ് ആയിരിക്കും. സെലിബ്രിറ്റീസിനെ പറയുകയാണെങ്കിലോ, സെലിബ്രിറ്റീസിൽ ഏറ്റവും വലിയ കാറ് ഗ്രേസ് ഉള്ള ആൾ മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടിക്കാണ് ഏറ്റവും കൂടുതൽ കാറിനോട് ഗ്രേസ് ഉള്ള ആൾ. പിന്നെ ദുൽഖറും വലിയ താല്പര്യം, അതിനോട് ടേസ്റ്റ് ഉള്ള ആളാണ്. ഭയങ്കര ഒരു പ്രത്യേകതരം ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പൃഥ്വിരാജ് വലിയ കമ്പമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എനിക്ക് തോന്നുന്നു ഇപ്പം അത്രയും അങ്ങോട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജയറാമിനെല്ലാം നമ്മൾ കാർ കൊടുത്തിട്ടുണ്ട്. ഞാൻ എത്രയോ കാലം മുമ്പ് ജയറാമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ലുസിഡ തൊട്ട് വാങ്ങി തുടങ്ങി. ലുസിഡ എന്ന് പറയുന്ന ഒരു പഴയ ടൊയോട്ടയുടെ ഒരു കാറ് തൊട്ട് വാങ്ങി തുടങ്ങി. ഈ ബാബു മൂപ്പൻ എന്ന് പറയുന്ന ടൊയോട്ടയുടെ ഡീലർക്ക് ഞാൻ അങ്ങോട്ട് കാറ് കൊടുത്തിട്ടുണ്ട്. ഈ കേരളം മുഴുവൻ കാറ് സപ്ലൈ ചെയ്യുന്ന ടൊയോട്ടയുടെ ഡീലർ ബാബു മൂപ്പന് ഒരു ടൊയോട്ടോ മോഡൽ കാറ്, ഈ വെൽഫെയർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മോഡൽ, അൽഫാഡ് എന്ന് പറയുന്ന മോഡലും ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്ത് ഫസ്റ്റ് കാർ ഇൻ ഇന്ത്യ ഈ ബാബു മൂപ്പന് കൊണ്ടുവന്ന് കൊടുത്ത ആള് ഞാനാണ്. അതിനുശേഷമാണ് ഈ വെൽഫെയറും അൽഫാഡും ഒക്കെ ഇന്ന് ഈ മാർക്കറ്റിൽ ഇത്രയധികം ഫേമസ് ആയത്. ബാബുവാണ് അതിനൊരു തുടക്കക്കാരൻ. ശരിക്കും ബ്രാൻഡുകളോട് ഭയങ്കര ഒരു ഭ്രമമുണ്ട് ചേട്ടനല്ലേ? ബ്രാൻഡ് കാറ് മാത്രമല്ല, എല്ലാ കാര്യത്തിലോടും ഒരു സ്വല്പം താല്പര്യമുള്ള ഒരാളാണ്. അത് എനിക്ക് വലിയൊരു കമ്പമുള്ള ആളാണ് ഞാനത്. ജോർജിനെ കുറിച്ച് പറയണം. കാരണം ജോർജ് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കാണ് ആള്. വളരെ എന്താ പറയാ, ഭയങ്കര ഒരു ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും ജിമ്മിൽ പോകുന്ന ഒരു ആളാണ്. അതുകൂടാതെ ബാഡ്മിന്റണും കളിക്കും. ചെറുപ്പത്തിൽ തൊട്ട് ഒരു ക്രേസ് ഉള്ള ആളാണ് സ്പോർട്സിനോട്. അതുപോലെ തന്നെ ടെക്നോളജി വൈസ് ഈ കുട്ടികൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണല്ലോ. അപ്പം നമ്മളെക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ്, റിസർച്ച് മൈൻഡഡ് ആണ്. ഇപ്പോൾ ഈ കാറുകളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഏറ്റവും വേഗത്തിൽ തരുന്നത് ഈ കുട്ടികളാണ്. തീർച്ചയായിട്ടും. അല്ല, അതായത് 1990 ആരും ചിന്തിക്കാത്ത കാലത്ത് എബിച്ചേട്ടൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു സെക്കൻഡ് എൻട്രി എന്ന് പറയുമ്പം ജോർജ് അതിനൊരു ബെസ്റ്റാക്കി തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ടാവും. ഈസ് ലേണിംഗ്. അല്ല, അത് തന്നെയാണ് വേണ്ടത്, പഠിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് ഈ പ്രോസസ്സ് നന്നായിട്ട് ആൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ ജോൺ ആലുക്കാസിൻ്റെ പുതിയ ലംബോർഗിനി റിവാൽഡോ അത് വന്നിട്ട് അതിൻ്റെ ലോഞ്ചിൻ്റെ വരുന്ന ഡെലിവറി എടുക്കുന്ന സമയത്ത് എറണാകുളത്തേക്ക് ഒരു പരിപാടി, ഒരു റിസോർട്ടിലേക്ക് വിളിച്ച് എന്നോട് ചെല്ലണമെന്ന് നിർബന്ധമായി പറഞ്ഞിരുന്നു.
ഞാനന്ന് പോകാൻ സാധിച്ചില്ല. അപ്പൊ ഞാനിന്ന് രാവിലെ 8:30 ആളുടെ അടുത്തൊന്ന് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഒന്ന് അതിനൊന്ന് പോകാൻ നിൽക്കുകയാണ്. നിങ്ങളും കൂടെ വന്നാൽ നമുക്ക് പിന്നെന്താ, ഒന്ന് ആ കാറൊന്നും കാറൊന്ന് കേട്ടാലേ വരും. അതെ ഒന്ന് വന്നാൽ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അതെ, ഒന്ന് തീർച്ചയായിട്ടും. പരിചയപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ആ വണ്ടി ഒന്ന് കാണണം. എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ ഇന്ത്യയില് ഫസ്റ്റ് കാറാണ് അത്. അത് ശരി എനിക്ക് തോന്നുന്നു ഈ ജോണിന്റെ കാറ് ബ്രാൻഡ് ന്യൂ കാർ ആദ്യത്തെ കാറാണ്. കാറാണ്. അല്ല, നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞ പോലെ തൃശ്ശൂരിൽ തന്നെയാണ് തുടങ്ങുന്നത്. അതെ അതെ, തൃശ്ശൂർക്ക് പോവാം. ഹലോ, കാലത്തന്നെ. ഇത് നമ്മുടെ ജോൺ ആലുക്കാസ്. എന്റെ കാർ ബിസിനസ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കാർ ലവറിൽ ഒരാളാണ്. ആളൊരു ഗംഭീര മുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഞാൻ അത് കാണാനാണ് വരാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ തൃശ്ശൂര് ഏറ്റവും ആദ്യം 3 ഇമ്പോർട്ടഡ് കാറുകൾ, അതായത് ഒരു റെഡ് കളർ 300D, ഒരു ഗ്രേ കളർ 300D മെർസിഡീസ് ബെൻസ്, ഒരു C250 മെർസിഡീസ് ബെൻസ്, 3 കാറുകൾ തൃശ്ശൂർ കൊണ്ടുവന്ന് തൃശ്ശൂരുള്ള ആളുകൾക്ക് ഇമ്പോർട്ടഡ് കാറിനെ കുറിച്ചൊരു അവയർനെസ്സും അതും പുതിയ കാറുകൾ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയതും ആലുക്കാസ്, ജോസ് ആലുക്കാസും ജോയ് ആലുക്കാസും അടക്കുന്ന ആലുക്കാസ് ഗ്രൂപ്പായിരുന്നു. അന്ന് കാലം മുതൽ ഞാൻ ഈ കുടുംബത്തിലൊരു അംഗമാണ്. ഈ ജോൺ അന്ന് മുതൽ ഈ കാറിനോട് വലിയ കമ്പമുള്ള ആളാണ്. അപ്പൊ ആ കാറ് തന്നെ മോഡിഫൈ ചെയ്ത് അതിലൊന്ന് C ക്ലാസ് ഉണ്ടായിരുന്നതിന് അലോയ് വീലിട്ട് അങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ റെയർ കാറുകളൊന്നാണ്. കേരളത്തിൽ എന്തായാലും ഈ കാർ വേറെ ആർക്കും ഇല്ല. V12 എഞ്ചിനുള്ള ലംബോർഗിനി റിവാൾട്ടോ എന്ന് പറയുന്ന മോഡലാണ്. അതിൻ്റെ ഉടമസ്ഥനാണ് നമ്മുടെ ജോൺ ആലുക്ക. വലിയ കാറ് താല്പര്യമുള്ള ഒരാളാണ്. അവിടെ കൊണ്ടുവന്ന പുതിയ ഒരുപാട് കാറിൻ്റെ കളക്ഷൻ ഉണ്ട്. കാറിൻ്റെ മ്യൂസിയം തന്നെ ഉണ്ട്. അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആള് ഈ കേരളത്തിൽ ഏറ്റവും ആദ്യം 3 പുതിയ മെർസിഡീസ് ബെൻസിൻ്റെ കാറുകൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. എനിക്കൊരു സ്വപ്നമായിരുന്നു ഈ ആളിന്ന് പരിചയപ്പെടണമെന്നും ഒന്ന് അടുത്ത് ഇടപഴകണമെന്നൊക്കെ. പക്ഷെ ഞാൻ ആളുമായി അടുത്ത് സംസാരിച്ച് ബന്ധപ്പെട്ടതിന് ശേഷം ഇത്രയും അധികം വിഷനുള്ള ഒരാൾ എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളതും ഒരുപാട് ബഹുമാനം തോന്നിയിട്ടുള്ളതും ഒരുപാട് തർക്കിച്ചിട്ടുള്ളതും തല്ലുപിടിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു പിതൃതുല്യനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഏറ്റവും വലിയ കാറുകാന്തൻ. ഞാൻ കാറിലേക്ക് ഏറ്റവും കൂടുതൽ ആകൃഷ്ടനായത്, പിന്നെ വിദേശ കാറുകളിലേക്ക് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി വന്ന് നോക്കിക്കണ്ട ഒരു വലിയ ആളാണ് ഈ ദിവസത്തെ. നമുക്കൊന്ന് ശരിക്കും കാറുകളോട് ഭയങ്കര ഇഷ്ടമാണല്ലേ? കാറിനോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കാറില് വരുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടം. ആളെക്കാൾ ഇഷ്ടം കാറിനോടാണ്. അപ്പൊ ആ കാറിൽ നമ്മൾ വരുമ്പോ അതൊരു ഡബിൾ ഇഷ്ടം. ഈ എബിച്ചേട്ടനെ കുറിച്ചിട്ട്, എബിച്ചേട്ടൻ ജോസേട്ടനെ കുറിച്ച് പറഞ്ഞു ആദ്യമായിട്ട്, മീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എബി അന്ന് വളരെ മിടുക്കനായിട്ട് വണ്ടി എങ്ങനെ വാങ്ങണം, എങ്ങനെ കൊടുക്കണം, വണ്ടി ഏതൊക്കെയാണ്, അതിനെ പറ്റി വളരെ വിശദമായ അറിവ് എബിക്കുണ്ടായിരുന്നു. എബി അതിൽ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് വണ്ടി കൊടുത്തിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. കൂടെ നെക്സ്റ്റ് ജനറേഷന് ജോർജ് കൂടെ ഉണ്ട്. അപ്പൊ എബിച്ചേട്ടൻ ഇപ്പൊ ഒരു സെക്കൻഡ് ഇന്നിങ്സിന് വരികയാണ്. ഒരിക്കലും മോശമാവില്ല, അതിന് പറ്റിയ സമയമാണ്. അതെ, ആ വെഞ്ചർ വളരെ ഗംഭീരമായിരിക്കും.